UDF സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് നിർണായക ചർച്ച കൊച്ചിയിൽ ആരംഭിച്ചു. വെച്ചുമാറേണ്ട സീറ്റുകൾ സംബന്ധിച്ച് അടക്കം അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി സൈഫുന്നീസ അലിയാറാണ് ചേരുന്നത്. സൈഫുന്നീസ, ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകും. അതിന് പിന്നാലെ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ പ്രചരണ രംഗത്ത് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിർണായക ചർച്ച, പ്രത്യേകിച്ചും ലീഗുമായിട്ടുള്ള ചർച്ച ആരംഭിച്ചോ? ആരൊക്കെയാണ്, ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുക്കുന്നത്? സ്വാതി, ലീഗുമായിട്ടുള്ള കോൺഗ്രസിന്റെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേതാവ് രമേശ് ചെന്നിത്തലയും ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, ഒപ്പം തന്നെ PMA സലാമുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകളെ ചൊല്ലിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇതിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഈ തിരുവമ്പാടി സീറ്റ്, ഒപ്പം തന്നെ പട്ടാമ്പി സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുക എന്നൊരു ലക്ഷ്യമാണുള്ളത്. പക്ഷേ തിരുവമ്പാടി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ലീഗ് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്ന കാര്യമാണ്. തിരുവമ്പാടി വിട്ടു നൽകുകയാണെങ്കിൽ പകരം പട്ടാമ്പി സീറ്റ് വേണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. കാരണം തിരുവമ്പാടി കോൺഗ്രസിന് നല്ല ഒരു സ്വാധീനമുള്ള മേഖലയാണ്. സാമുദായിക സമവാക്യങ്ങളാണ് ഇവിടെ വിജയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സാധ്യതയുള്ള ഒരു മണ്ഡലം ത്തിനു വേണ്ടി വാശി പിടിച്ച് ആ മണ്ഡലം നഷ്ടപ്പെടുത്തേണ്ട എന്നൊരു ധാരണയുടെ പിന്നാലെയാണ് ലീഗ് ഈ മണ്ഡലം വിട്ടു നൽകാൻ തയ്യാറായത്. പക്ഷേ അതിന് പകരം പട്ടാമ്പി സീറ്റാണ് ചോദിക്കുന്നത്. പട്ടാമ്പിയിൽ കോൺഗ്രസും പ്രധാനമായും സ്ഥാനാർത്ഥിയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി ചോദിച്ചാൽ അത് വിട്ടു നൽകാനുള്ളൊരു സാധ്യത കുറവാണെങ്കിൽ പോലും അതിനുള്ളൊരു നിർണായക ചർച്ചയാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. അതായത് സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സീറ്റ് വെച്ചു മാറുക എന്നൊരു സമവാക്യമാണ് അതിലേക്ക് മുസ്ലിം ലീഗ് നൽകുന്നത്. 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. 27 സീറ്റിൽ ഇപ്പോൾ ഒരു സീറ്റ് വിട്ടു നൽകുകയാണെങ്കിൽ ആ സീറ്റ് എണ്ണത്തിൽ മുസ്ലിം ലീഗിന് കുറവ് വരും. അതുകൊണ്ട് തന്നെ സീറ്റ് എണ്ണം കുറയ്ക്കാതെ ആ നേരത്തെ മത്സരിച്ചിരുന്ന അത്ര തന്നെ സീറ്റിൽ തന്നെ ഇത്തവണയും മത്സരിക്കാനാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകളിൽ ധാരണയായാൽ മാത്രമേ ഇപ്പോൾ ഈ പുനലൂര്, ചടയമംഗലം, ഒപ്പം തന്നെ ബാലുശ്ശേരി, കോങ്ങാട് സീറ്റുകളെ പറ്റിയുള്ള നേരത്തെ നടന്ന ചർച്ചകളിലും കൈകൊടുക്കൂ എന്നുള്ളതാണ് ലീഗിന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ അതിനിർണായകമായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും അത് ഒന്നിരുന്നാൽ തീരുന്ന ചർച്ച വിഷയമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകളിൽ കൃത്യമായ ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതി വിജ്ഞാപനം പുറത്തുവരികയാണ്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് മറ്റ് മുന്നണികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. UDFന്റെ സീറ്റ് ആദ്യഘട്ട. ശരി സൈഫുന്നീസ, എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ എല്ലാവരും കടന്നിരിക്കുന്നു, സംസ്ഥാനം മുഴുവൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കൂടി വരുന്നതോട് കൂടിയിട്ട് ഇത്തരം ചർച്ചകളാകും എല്ലായിടത്തും നടക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ, കുറേ സംശയങ്ങളും എല്ലാം ആളുകൾക്കെല്ലാം ഉണ്ട്. തെരഞ്ഞെടുപ്പിനെ, രാഷ്ട്രീയത്തെ എല്ലാം ആ രീതിയിൽ വീക്ഷിക്കുന്നവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനി ബാക്കിയാണ് എന്നുള്ളതാണ്.